നമസ്കാരം. നമ്മളിന്നൊരു പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പൈനാപ്പിളിന് പുറത്ത് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ഇതിനെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ചെറിയ 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 പീസായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ നല്ല പഴുത്ത പൈനാപ്പിളാണ്, അതുകൊണ്ട് ഇതിന് എക്സ്ട്രാ പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമുക്കിതിലോട്ട് 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിൽ വേവിക്കാം. ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുക്കാം. നമുക്ക് ഈ തേങ്ങയും പച്ചമുളകും കുറച്ച് ജീരകം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. അര സ്പൂൺ കടുകിട്ടിട്ട് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം പൾസ് മോഡിൽ. പച്ചടി ടേസ്റ്റ് എന്ന് തന്നെ പറയുന്നത് ചതച്ച കടുകാണ്. നമുക്ക് കൊച്ചുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവയെല്ലാം ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. കടുക് താളിച്ചിടാൻ വേണ്ടിയാണ്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമ്മുടെ പൈനാപ്പിളൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക്, കറിവേപ്പില, വറ്റൽമുളക്, കൊച്ചുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. നമ്മുടെ സദ്യ സ്പെഷ്യൽ പൈനാപ്പിൾ